യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായം 33-ാം തിരുവചനം. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന എല്ലാം, ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളും കടലിലുള്ള സർവ്വജീവജാലങ്ങളും എല്ലാം സൃഷ്ടിച്ചവനായ ഒരേയൊരുവൻ, അത് കർത്താവാണ്. ആ കർത്താവിൻ്റെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കിയാൽ മാത്രം മതി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കിയാൽ മാത്രം മതി. നമ്മുടെ ജീവിതം മാറിമറിയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക കരുതലാൽ, കഷ്ടതയും ദുരിതങ്ങളും മാറി സമ്പത്തും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളായി മാറുന്നത്, അനുഗ്രഹങ്ങളാൽ നിറയുന്നത് എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കുവാൻ വേണ്ടി ആരാണോ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഭക്തരായി ആരെല്ലാം നിലകൊള്ളുന്നു, അവനതെല്ലാം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം കർത്താവ് നൽകുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ എന്തെല്ലാം ലഭിക്കുന്നുണ്ടോ, ആ ലഭിക്കുന്നതെല്ലാം അവൻ്റെ കഴിവ് കൊണ്ട് നേടുന്നതല്ല. പ്രത്യുത ദൈവം അവന് ദാനമായി നൽകുന്നതാണ്. അവൻ എന്തെല്ലാം അറിവുകൾ ലഭിക്കുന്നുണ്ടോ, ലോകത്തിൻ്റെ മുന്നിൽ എത്ര ജ്ഞാനിയായി അവൻ നിൽക്കുന്നുണ്ടോ, അതിന് കാരണം അവൻ ദൈവഭക്തനായതുകൊണ്ടും ആ ദൈവഭക്തിയാൽ ദൈവം അവനിൽ ജ്ഞാനം നിറച്ചതുകൊണ്ടുമാണ്. ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതൊന്നും വിശ്വാസമുള്ളതായി മാറുകയില്ല. എന്നാൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ദൈവവചനത്തെയും ദൈവത്തെയും, മനുഷ്യൻ ഇതുവരെ കാണാത്ത ദൈവത്തെയും വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി കൊടുക്കാൻ തുടങ്ങും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിനായി, കുടുംബസമാധാനത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ മക്കളെയെല്ലാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ഓരോ മക്കളെയും, അവരുടെ ആവശ്യങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.